പണ്ടൊരു കാലത്ത് കേരളത്തിലെ ഒരു കാടിന് അകത്ത് ഒരു സുന്ദരിയായ പെൺകുട്ടി താമസിക്കുകയായിരുന്നു. അവളുടെ പേര് അമ്പിളിയെന്നായിരുന്നു. അവളെ എല്ലാ ഗ്രാമക്കാരും സ്നേഹിച്ചിരുന്നതിനാൽ അവളെ വിവാഹം കഴിക്കാൻ പലരും ശ്രമിച്ചു. എന്നാൽ അവൾ ഇഷ്ടപ്പെട്ടത് ഒരു ബലവാനായ സേനാധിപതിയെയാണ്. വിവാഹം തീരുമാനിച്ചെങ്കിലും സേനാധിപതി അവളെ വഞ്ചിച്ചു. ഒരു രാത്രിയിൽ അവളെ കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അവളെ കൊന്നു. അവളുടെ ആത്മാവ് കാട്ടിലേക്ക് ഒഴുകി. ശാപം മൂലം അവൾക്ക് മോക്ഷം ലഭിച്ചില്ല. ആ ആത്മാവ് ക്രോധവും ദുഃഖവും നിറഞ്ഞ രൂപമായി മാറി. അതാണ് യക്ഷിയായി പരിണമിച്ചത്. അവളുടെ ആത്മാവ് ഒരു വൃക്ഷത്തിൽ വസിച്ചു തുടങ്ങി. രാത്രിയിൽ അവളുടെ കരച്ചിലും ചിരിയും കേട്ടു. വഞ്ചകരെ ശിക്ഷിക്കുന്ന ശക്തിയുള്ള ഈ യക്ഷിയെ ഗ്രാമക്കാർ ആരാധിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. പിന്നീട് അവർ അവളുടെ ആക്രോശം ശാന്തമാക്കാൻ തീരുമാനിച്ചു. അതിനായി വൃക്ഷത്തിനരികിൽ ഒരു കൊച്ചു ശില്പം പണിതു. അവിടെ നിന്നാണ് യക്ഷി ആരാധനയുടെയും കഥകളുടെയും ഉദ്ഭവം. യക്ഷികൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ദേവതാരൂപങ്ങളായി വിവിധ രൂപങ്ങളിൽ ജനവിശ്വാസത്തിൽ നിറഞ്ഞു.